തൃശൂർ അതിരപ്പള്ളിയിൽ രണ്ടിടങ്ങളിൽ കാട്ടാന ഇറങ്ങി. വെറ്റിലപ്പാറ 14-ലും 15-ലും ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ എത്തിയ കാട്ടാന സ്റ്റേഷൻ വളപ്പിലെ തെങ്ങിലെ പട്ടയും കരിക്കും ഭക്ഷിച്ചു മടങ്ങി. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ജനവാസ മേഖലകളായ വെറ്റിലപ്പാറ 14-ലും 15-ലും ദിവസങ്ങളായി കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുകയാണ്. വെറ്റിലപ്പാറ സ്വദേശികളായ മാനാടൻ വർഗീസ്, കൈതവളപ്പിൽ ശശി എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാനകൾ കൃഷിനാശമുണ്ടാക്കിയത്. തെങ്ങും കവുങ്ങും വാഴയും ഉൾപ്പെടെയുള്ള വിളകൾ ആന നശിപ്പിച്ചു. കാട്ടാനയെ തുരത്താനുള്ള ശ്രമത്തിനിടെ കർഷകനെ കാട്ടാന ആക്രമിക്കാനും ശ്രമിച്ചു. ഓടിമാറിയതിനാലാണ് അപകടമൊഴിവായതെന്ന് കർഷകൻ പറയുന്നു. ടോർച്ചടിച്ച് കഴിഞ്ഞപ്പോൾ അവൻ ആണിങ്ങി കൊടുത്തില്ല. അവിടെ നിന്ന് ആ തെങ്ങ് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നീങ്ങി ഈ വാഴ കളഞ്ഞു. പിന്നെ മൊത്തം കളഞ്ഞതിന് ശേഷമാണ് പോയത്. ഇതിനിടയിൽ ഞാൻ ആനേനെ ഓടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ആന എന്നെ തിരിഞ്ഞു ഓടിപ്പിച്ചു. എന്നെ കൊല്ലാൻ വന്നു. ഞാൻ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ശാശ്വത പരിഹാരം വെച്ച് കഴിഞ്ഞാൽ ഈ ആന വരുന്നത് അക്കരയെന്നാണ്, പുഴയ്ക്കക്കരയെന്ന് വരുന്നത്. പുഴ തീരത്ത് ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ ഈ ആന ഇങ്ങോട്ട് വരില്ല. അത് ചെയ്താൽ മതി. കൃഷി നശിപ്പിച്ച ശേഷം കാട്ടാനകൾ സമീപത്തെ എണ്ണപ്പനത്തോട്ടത്തിൽ ഏറെ നേരം നിലയുറപ്പിച്ചു. ആനയെ തുരത്താൻ ശ്രമിച്ച പ്ലാന്റേഷൻ ജീവനക്കാർക്ക് നേരെയും ആന തിരിഞ്ഞു. തോട്ടം തൊഴിലാളികളുടെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് 8:30-യോടെ കാട്ടാനകളെ കാടുകയറ്റാനായത്. അതേസമയം അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലും കാട്ടാനയെത്തി. ഏഴാറ്റുമുഖം ഗണപതി എന്ന ഒറ്റയാനാണ് സ്റ്റേഷൻ കോമ്പൗണ്ടിനകത്തേക്ക് എത്തിയത്. സ്റ്റേഷൻ വളപ്പിൽ നിലയുറപ്പിച്ച ആന അവിടെയുണ്ടായിരുന്ന തെങ്ങിൽ നിന്നും പട്ടയും കരിക്കും ഭക്ഷിച്ചു. ഒടുവിൽ പോലീസ് ഉദ്യോഗസ്ഥർ ശബ്ദമുണ്ടാക്കി ആനയെ തുരത്തുകയായിരുന്നു. രാവിലെ തന്നെ ആശാൻ എത്തിയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു ഇളനീരിൻ്റെ കൊല, 2 പട്ട. കഴിഞ്ഞാ പോണില്ലേ? അതിരപ്പള്ളി വനമേഖലയിൽ നിന്നും ചാലക്കുടി പുഴ കടന്ന് ജനവാസ മേഖലകളിലേക്ക് എത്തുന്ന ആനക്കൂട്ടത്തെ തടയാൻ വനാതിർത്തിയിൽ വൈദ്യുതി വേലി സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.